നമസ്കാരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു സ്തുതി ഗീതം പുറത്തിറങ്ങിയിരുന്നു. നമ്മളെല്ലാവരും അത് ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നമ്മളതിനെക്കുറിച്ച് എന്തൊക്കെയായിരുന്നു ഫീനിക്സ് പക്ഷിയെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ ഒരുപാട് വാഴ്ത്തിപ്പാടുകയും ചെയ്തു. കഴിഞ്ഞ തവണ നടന്ന പാറശാലയിൽ നടന്ന ഒരു ഭീമൻ തിരുവാതിരയുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്ക് വീണ പേരാണ് കാരണഭൂതൻ. അപ്പം എല്ലാ സർവ്വകാരണങ്ങൾക്കും സൃഷ്ടികർത്താവായിട്ടുള്ള ഒരാൾ എന്നുള്ള ലെവലിലാണ് കാരണഭൂതൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് വീണത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ സ്തുതി പാടുന്നതിനെതിരെ UDF-ൻ്റെ പുതിയ വക്താവായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ്. ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ഇത്തരത്തിലുള്ള സ്തുതി പാഠകന്മാരാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഏകാധിപതികളാക്കി മാറ്റുന്നത്. പിന്നീട് അവർ ചരിത്രത്തിലേക്ക് മാഞ്ഞു പോവുകയാണ്. അദ്ദേഹം ചരിത്രം പലതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് റഷ്യയിൽ സ്റ്റാലിൻ ൻ്റെ പതനമുണ്ടായതും ഇത്തരത്തിലുള്ള സ്തുതിപാഠകർ കാരണമാണ്. അതുപോലെ ചൈനയിലെ മാവോ സേതുങ്, അതുപോലെ ഇപ്പം ഉത്തര കൊറിയയിലെ കിം ഇൽ ജൂൻ എന്ന് പറയുന്ന നേതാവ്, ഇപ്പം ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്തത് ഇത്തരത്തിലെ സ്തുതിപാഠകന്മാരാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ണേ കരളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരാളെ കൊണ്ടു നടന്നിരുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അദ്ദേഹത്തെ നമ്മൾ തള്ളിക്കളഞ്ഞു എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും സ്തുതിപാഠകന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പാട്ടുപാടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുകഴ്ത്തിപ്പറച്ചിലുകാരെന്ന് പറഞ്ഞാൽ അവർ വാഴുന്ന കൈകൾക്ക് വളയിടുന്ന ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാഴുന്ന കൈകൾക്ക് വളയിടുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ അത്തരക്കാരെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പിണറായി വിജയൻ കത്തുന്ന സൂര്യൻ എന്ന് വിളിച്ചവരുണ്ട്, ഇതിഹാസ പുരുഷൻ, നാടിൻ്റെ നായകൻ, ക്യാപ്റ്റൻ എന്നൊക്കെ തുടങ്ങിയ പേരുകൾ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് എവിടെയോ ഉള്ളിൽ കൊള്ളുന്നു എന്നൊരു തോന്നൽ. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ചെറിയാൻ ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പലതും പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ എപ്പോഴും ഏകാധിപതികളാക്കി മാറ്റിയത് സ്തുതിപാഠകരും വിദൂഷകന്മാരുമാണ്. റഷ്യയിലെ സ്റ്റാലിനും ചൈനയിലെ മാവോ സേതുങ്ങും ഉത്തര കൊറിയയിലെ കിം ഇൽ സുങ്ങും ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങൾ മാത്രം. അങ്ങനെ ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പിണറായി വിജയനെ കത്തുന്ന സൂര്യൻ, കാരണഭൂതൻ, ഇതിഹാസ പുരുഷൻ, നാടിൻ്റെ വരദാന, ക്യാപ്റ്റൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് പാർട്ടി സെക്രട്ടറി ചില മന്ത്രിമാരും ചേർന്നാണ്. കണ്ണേ കരളെ, അതാണ് VS-ൻ്റെ കാര്യം പറഞ്ഞത്. കണ്ണേ കരളെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ എങ്ങും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെറിയാൻ ഫിലിപ്പ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കൽ പോലും ഉണ്ടാകാത്ത ഒരു കാര്യമാണിത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് ഒരുപക്ഷെ ചെറിയാൻ ഫിലിപ്പ് തിരിച്ചറിഞ്ഞതാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറയാത്തതാണോ എന്നറിയില്ല. ചെറിയാൻ ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസിൻ്റെ ഒരാൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിയെ എങ്ങനെ ചവിട്ടി പുറത്താക്കാം എന്നുള്ളതാണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒപ്പമുള്ള മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അന്ന് കോൺഗ്രസ്സിൽ ഒരു ലീഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കറിയാം. അതേ കിങ് മേക്കർ ആയിരുന്നു സത്യത്തിൽ. അതായത് ഒരു നേതാവിനെ ഉണ്ടാക്കിയെടുക്കാൻ കൂടെ ശേഷിയുള്ള ഒരാളായിരുന്നു K. കരുണാകരൻ എന്ന് പറയുന്ന ലീഡർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ ലീഡർ എന്നുള്ള പേരിൽ ഇന്നുവരെ മറ്റൊരാളെ വാഴ്ത്തി പാടിയിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് അത് കാണാതെ പോയത് എന്നറിയില്ല. ഈ ലീഡർ എന്നും കോൺഗ്രസിലെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നുമൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ലീഡറിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഈ ലീഡറിനെ തന്നെ ഈ പറയുന്ന ആളുകൾ തന്നെ, UDF-ലുള്ളവർ, കോൺഗ്രസ്സിലുള്ളവർ തന്നെ ചവിട്ടി പുറത്താക്കുകയല്ലായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിനെ കൊടുക്കാവുന്ന അങ്ങേയറ്റത്തെ പണികൾ കൊടുത്തില്ലേ? അദ്ദേഹത്തിൻ്റെ മകനെ പോലും ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇതേ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? അപ്പോൾ സ്തുതിപാഠകന്മാരും വാഴ്ത്തിപ്പാടുന്നവരും CPM-ൽ മാത്രമല്ല കോൺഗ്രസ്സിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ചെറിയാൻ ഫിലിപ്പ് മനസ്സിലാക്കാതെ പോകുന്നു. അതാണ് പ്രധാനമായുള്ളത്. അദ്ദേഹത്തിനെതിരെ, ലീഡർക്കെതിരെ ഇവിടെ പടയൊരുക്കം നടത്തിയത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ യുവതുർക്കികൾ എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന ചില നേതാക്കന്മാർ തന്നെയാണ് ഇവിടെ തിരുത്തൽവാദം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ചാരക്കേസ് മെനഞ്ഞുണ്ടാക്കി. ഒരു പാവപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ വർഷങ്ങളോളം ജയിലിനകത്ത് പോയി. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരു ചാരക്കേസ് ഉണ്ടാക്കുന്നു. അവിടുത്തെ കുറേ സയൻറ്റിസ്റ്റുകളും അവിടുത്തെ കുറേ മോഡലുകളും തമ്മിലുള്ള അനാവശ്യമായ ബന്ധമുണ്ടായി എന്നുള്ള തലത്തിൽ
അങ്ങനെ ഇവിടെ നിന്നുള്ള ആണവ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു തുടങ്ങിയ നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ചാരക്കേസ് ഉണ്ടാക്കുന്നു. ആ ചാരക്കേസിൽ കെ കരുണാകരൻ എന്ന് പറയുന്ന നിങ്ങളെല്ലാവരും കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി ലീഡർ എന്ന് വിശേഷിപ്പിച്ച ആ മനുഷ്യനെ കുടുക്കുന്നു. അതിനുവേണ്ടി കോട്ടയം പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നടന്നു പത്രങ്ങളിലൂടെ. ആ പത്രങ്ങൾ അതിന് ചുക്കാൻ പിടിച്ച മൊത്തം ഇന്ന് നിങ്ങൾ വാഴ്ത്തിപ്പാടി കോൺഗ്രസ്സുകാർ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന അത് ഒരു വിശുദ്ധൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി അതിനകത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കെ കരുണാകരൻ ഏറ്റവും ഒടുവിൽ ഒരു കറിവേപ്പില പോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹം നിഷ്കരണം തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന് മക്കൾ രാഷ്ട്രീയം ഇവിടെ വേണ്ട, മക്കൾ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അതിൻ്റെ പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ഈ മക്കൾ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പുതുപ്പള്ളിയുടെ MLA ആണ് അല്ലേ. TN ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് രാഷ്ട്രീയത്തിൽ വന്നു. കാർത്തികേയന്റെ മകൻ ശബരിനാഥൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന KM മാണിയുടെ മകൻ ജോസ് കെ മാണി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പം അന്ന് ഇതിനെതിരെ പടവാളെടുത്തവരുടെ എല്ലാം മക്കൾ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കെ കരുണാകരന്റെ മക്കൾ മാത്രമല്ല, പത്മജ വേണുഗോപാലും കെ മുരളീധരനും മാത്രമല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത്, ബാക്കിയുള്ളവരുടെ മക്കൾ എല്ലാവരും തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. പലരും കാശിന് കൊള്ളാത്തവരായതുകൊണ്ട് തന്നെ പല മക്കളെയും ഇന്ന് പാർട്ടി ഉപേക്ഷിച്ച നിലയിലാണ്. അല്ലെങ്കിൽ ചില പാർട്ടിയിലെ ചില തൽപര കക്ഷികൾ ചേർന്ന് അവരെ മനഃപൂർവ്വം ഒതുക്കി. അതുതന്നെയാണ് യാഥാർത്ഥ്യം സംഭവിച്ചത്. ഇതെന്തുകൊണ്ട് ചെറിയ ഫിലിപ്പ് മറന്നു പോകുന്നു? ഈ സ്തുതിപാഠകന്മാർ തന്നെ ചവിട്ടി പുറത്താക്കുമെന്നുള്ള ആ ചരിത്രത്തിൽ നോട്ട് ചെയ്ത കൂട്ടത്തിൽ ആ സ്റ്റാലിൻ്റെയും അതോടൊപ്പം മാവോ സേത്തുങ്ങിൻ്റെയൊക്കെ പേര് പറഞ്ഞെടുത്ത് പറയേണ്ടിയിരുന്ന ഒരു പേരായിരുന്നു കെ കരുണാകരൻ്റേത്. ലീഡർ എന്ന വിളിയിൽ നിന്ന് ഒടുവിൽ ഒന്നുമല്ലാത്ത ഒരാളായി കറിവേപ്പില പോലെ പുറത്തേക്ക് കളയുന്നു. അവസാനം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി മകനെയും കൂട്ടിക്കൊണ്ട് DIC എന്ന് പറയുന്ന ഡിക് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നു. എന്നിട്ട് ആ മകനെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ കരുത്തനായ നേതാവ്, ഞങ്ങൾക്ക് ഒരു കരുത്തൻ തന്നെ അവിടെ തൃശ്ശൂരിൽ മത്സരിക്കണം, കരുത്തൻ എന്ന് വിശേഷിപ്പിച്ചിട്ട് അവസാനം പാലം വലിച്ച നടപടിയല്ലേ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ്റെ മകനോട് കാട്ടിയത്? അപ്പോൾ ചരിത്രം പറയുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് ഇതും കൂടി പറഞ്ഞു പോകണം. CPM-നെ മാത്രം കുറ്റം പറയരുത്, കോൺഗ്രസ് പാർട്ടിയിലും അത്തരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുകഴ്ത്തിപ്പറച്ചിലുകൾക്ക് പേടിയാണ് പല നേതാക്കന്മാർക്കും. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇന്ന് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നത്, ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് പുകഴ്ത്തിപ്പറയില്ല. അതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് പാർട്ടിയിൽ മറ്റൊരു നേതാവിനെ, ഇപ്പം കെ സുധാകരനെ കുറിച്ച് നല്ല 4 വാക്ക് പറയാൻ VD സതീശനെ കൊണ്ട് കഴിയുമോ? ഒരിക്കലും പറയത്തില്ല. ഞാൻ സമുന്നതനായ നേതാവാണ്, KPCC അധ്യക്ഷനാണ്, എന്നൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല 4 വാക്ക് പറയാമോ VD സതീശ എന്ന് ചോദിച്ചാൽ VD സതീശൻ മിണ്ടത്തില്ല. അതിന് തിരിച്ച് കെ സുധാകരനോട് എന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നല്ല 4 വാക്ക് പറയാമോ എന്ന് ചോദിച്ചാൽ പറയില്ലെന്നേ. അത് പാർട്ടിയുടെ പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രശ്നമായിരിക്കാം. KC വേണുഗോപാലിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തല്ലാതെ ഏതെങ്കിലും നല്ല 4 വാക്ക് പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ പെട്ടിയും ചുമന്ന് നടക്കുന്നവൻ എന്ന് പറയുന്ന ഒരു പേരുദോഷമല്ലായിരുന്നോ എക്കാലവും KC വേണുഗോപാൽ പേറിക്കൊണ്ട് നടക്കുന്നത്? ഇപ്പോഴും അങ്ങനെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളവർ തന്നെയാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയെ കുറിച്ച് നല്ല 4 വാക്ക് പറയാൻ ഈ പറയുന്ന നേതാക്കന്മാർ ആരെങ്കിലും തയ്യാറാവും? രമേശ് ചെന്നിത്തല കീഴ്ഘടകങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല 4 വാക്ക് ആരെങ്കിലും പറയൂ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്തുതിപാഠകന്മാർ എല്ലാ കാലത്തും എല്ലാ പാർട്ടികളിലും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല, CPM-ൽ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പിണറായി വിജയനെ നല്ല 4 വാക്ക് പറയേണ്ട എടുത്ത് പൊത്തോ എന്ന് പറഞ്ഞിട്ട് താഴെ ഇടുകയോ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയോ ചെയ്യില്ല. കണ്ണേകരളെ VSA എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നടത്തിയിട്ടുള്ള സമര ചരിത്രങ്ങളുടെ പിൻബലം വെച്ചിട്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത്. മുഖ്യമന്ത്രിയെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹം നമ്മുടെ ഒരു മോശപ്പെട്ട കാലാവസ്ഥയിൽ അല്ലെങ്കിൽ മോശപ്പെട്ട പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുന്നിൽ ഒരു നെടുനായകത്വം വഹിച്ച് നിന്നതുകൊണ്ടാണ്. മറിച്ച് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരായിരുന്നു ഈ പറയുന്ന പ്രളയം സംഭവിച്ചപ്പോഴും ഉരുൾപൊട്ടലുണ്ടായപ്പോഴും നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നു? ഇവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ മരുന്ന് പോലും അടിച്ചു മാറ്റി സ്വന്തം ആശുപത്രികളിലേക്ക് എത്തിച്ച ആരോഗ്യമന്ത്രിമാരുള്ള നാടായിരുന്നു കേരളം. നമ്മളത് മറന്നു പോകരുത്. അങ്ങനെ സ്വന്തം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം കൂട്ടാളികളുടെ ആശുപത്രി വികസനത്തിന് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന മരുന്ന് അടിച്ചു മാറ്റി വിട്ടിട്ടുണ്ട്. അതുവരെ നടത്തിയിട്ടുള്ള ആരോഗ്യമന്ത്രിമാരുള്ള കോൺഗ്രസ് പാർട്ടിയുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇതൊക്കെ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു മിസ്മാനേജ്മെൻറ്റ് എന്തായിരുന്നാലും ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തിലുള്ളവർക്ക് അഭിമാനിക്കാം, അല്ലെങ്കിൽ ആശ്വസിക്കാം. അഭിമാനിക്കാമെന്നല്ല, ആശ്വസിക്കാം. ഈ പ്രളയമുണ്ടായപ്പോഴും നമ്മളുടെ നാട്ടിൽ മഹാമാരികൾ വന്നു പോയപ്പോഴും കോൺഗ്രസ്സുകാരനല്ലായിരുന്നല്ലോ നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. ഇവിടെ എന്ത് കാര്യത്തിനും നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്കറിയാം, എ.കെ. ആന്റണി. ഒടുവിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ കുത്തിപ്പിടിച്ച് നമുക്കറിയാം. സ്വന്തം പാർട്ടിക്കാരനെ പൊതുമധ്യത്തിൽ വെച്ച് ഉടുമുണ്ടുരിഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും ഹീനമായ പ്രവൃത്തികളിലേക്ക് CPM പോയിട്ടില്ല എന്ന് ചെറിയാൻ ഫിലിപ്പിനെ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു പോകുന്നു എന്ന് മാത്രം. അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്. ചിലപ്പോൾ ഇത്തരം സ്തുതിപാഠകന്മാരെടുത്ത് താഴെയിടാം, VS-നെ എടുത്ത് താഴെയിട്ട പോലെ. VS-നെ താഴെയിട്ടിട്ടില്ല. അദ്ദേഹം അനാരോഗ്യം കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വീഴുന്നവരെ, അദ്ദേഹം ശയ്യാവലംബിയാകുന്നവരെ അദ്ദേഹം കൃത്യമായി ഓരോ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരുന്നു. പിന്നെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില കൈകൊള്ളലുകൾ സംഭവിച്ചു, ആ മൂന്നാർ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഈ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ചെറിയാൻ ഫിലിപ്പ് പറയുമ്പോൾ സ്വന്തം കോൺഗ്രസ് എന്ന് പറയുന്ന പുതിയ തട്ടകത്തിൽ, നിങ്ങൾക്കറിയാം, ചെറിയാൻ ഫിലിപ്പിനെ നന്നായി അറിയാം. ചെറിയാൻ ഫിലിപ്പ് കാര്യം കുറേ കാലം ഇടതുപക്ഷ അനുഭാവിയും സഹയാത്രികനും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെറിയാൻ ഫിലിപ്പിന് അറിയാം. അക്കാലഘട്ടത്തിൽ ചെറിയാൻ ഫിലിപ്പ് തന്നെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതുമാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ. കെ മുരളീധരനോട് കാട്ടുന്ന അനാദരവിനെ കുറിച്ച് ചെറിയാൻ ഫിലിപ്പ് തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അന്നൊക്കെ വിമർശിക്കുകയും പിന്നീട് ഇപ്പോൾ പുതിയ രീതിയിൽ അതിൻ്റെ വിമർശനത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ തലം വെറും രാഷ്ട്രീയം മാത്രമാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് എവിടെയോ തോന്നിയിട്ടുള്ള വൈരാഗ്യം മാത്രമാണ് എന്ന് നമുക്ക് തൽക്കാലം പറയേണ്ടി വരും.